ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനാണ്. ഒരുപക്ഷെ സെക്കൻഡ് സെഷനിൽ, അതായത് ട്രേഡിംഗ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇന്ന് ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ഹോങ്കോങ് മാർക്കറ്റിന് അവധിയാണ്. അതേസമയം ജാപ്പനീസ്, ചൈനീസ്, സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ക്രിസ്മസ് പ്രമാണിച്ച് ഗ്ലോബലി ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകൾക്കും അവധിയായിരുന്നു. അതേസമയം ഏഷ്യയിൽ ജാപ്പനീസ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് ഇന്നലെ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. ഈ രണ്ട് മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഈ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ബുധനാഴ്ച അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റെല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആയിരുന്നു. ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. ബ്രോഡ് ബേസ്ഡ് റാലിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയിൽ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിലും കണ്ടേക്കാം. ഒപ്പം വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 13.47 താന്നിരിക്കുകയാണ്. 2025 ലോവസ്റ്റ് ലെവലാണ്. ഈ ഡാറ്റയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമേരിക്കയിൽ ഒരു പോസിറ്റീവ് മൊമെന്റത്തിന് തന്നെയാണ്. ടെക്നോളജി സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മൈക്രോൺ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത റെക്കോർഡ് ഹൈയിലാണ് ബുധനാഴ്ച അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ ബുധനാഴ്ച നോക്കുകയാണെങ്കിൽ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഏഷ്യയിൽ ബുധനാഴ്ച ഒരു മിക്സഡ് സെന്റിമെന്റ് തന്നെയായിരുന്നു. ഒപ്പം ഇന്ന് മോർണിംഗിൽ നമ്മൾ കമോഡിറ്റി സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗോൾഡ് ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ $4,531 പെർ ഔൺസ് ആണ് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. രാവിലെ 8:20 $4,500 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് സിൽവർ $75.17 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. രാവിലെ 8:20 $74.55 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കമോഡിറ്റികളും വീണ്ടും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയും അപ്വേർഡ് മൊമെന്റം തന്നെയാണ് കാണിക്കുന്നത്. അതേസമയം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് അവർ റൈസിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഗോൾഡിൽ. കോപ്പറും ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റെല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ട് തന്നെയാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി ചൈനയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. കഴിഞ്ഞ ദിവസം അമേരിക്ക ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരുന്നു. ചൈന സൈനികമായിട്ട് ഇന്ത്യനെ തോൽപ്പിക്കാനുള്ള പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ളൊരു പെൻഡഗൺ റിപ്പോർട്ടായിരുന്നു. പക്ഷെ ചൈന രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഇതിനെ വിമർശിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നന്നാവുന്നത് കാണുന്നതിലുള്ള അസൂയയാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. തീർച്ചയായിട്ടും ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന റിലയൻസ് ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിരുന്നു. വീണ്ടും റിലയൻസ് വലിയ രീതിയിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി തുടങ്ങിയിരിക്കുകയാണ്. വളരെ ഡിസ്കൗണ്ട് റേറ്റിലാണ് ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് റിലയൻസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ട് ന്യൂസാണ്. ഇനി നമ്മുടെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന SME IPOs ശ്യാംദാനി ഇൻഡസ്ട്രീസ് 988.29 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. റീറ്റെയിലേഴ്സിന്റെ ഭാഗത്ത് നിന്ന് 1137.92 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. നല്ല ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം മറ്റ് 3 IPOs നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള SME IPOs അപ്പോളോ ടെക്നോ ഇൻഡസ്ട്രീസ് 6.49 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് സെക്കൻഡ് ഡേ. ധാരാ റെയിൽ 5.02 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. നാൻഡ ടെക് 0.3 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് സെക്കൻഡ് ഡേ. ഇന്നാണ് ക്ലോസിങ്. ഈ IPOകളിൽ നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ആരംഭിക്കുന്ന മറ്റൊരു IPO ഉണ്ട്. ഈ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. റെയിൽവേ റിലേറ്റഡ് കമ്പനി ഒരു IPO ആണ്. നല്ലൊരു IPO ആണ്. SMEയിലാണ് ഈ IPO വരുന്നത്. NSE SMEയിലാണ് IPO വരുന്നത്. 800 മാർക്കറ്റിലോട്ട് 2 ലോട്ട് അപ്ലൈ ചെയ്യാനും ഇൻവെസ്റ്റേഴ്സ് 174 അപ്പർ പ്രൈസ് വാല്യൂ വരുന്നത്. ഈ IPO SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPO ആണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് ഈ ട്രാൻസ്പോർട്ടേഷൻ.
കോൾ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ 2 സബ്സിഡിയറികൾ 2026 IPO ഉണ്ടാകുക എന്ന നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. ലോങ് റണ്ണിൽ കോൾ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ വിൻഡ് പവർ കപ്പാസിറ്റി കൂട്ടാൻ പോവുകയാണ്. 53 ഗിഗാവാട്ടാണ് ഇപ്പോഴത്തെ കപ്പാസിറ്റി. അത് 100 ഗിഗാവാട്ടായിട്ട് ഉയർത്താൻ പോവുകയാണ്. 2030 ആകുമ്പോഴേക്കും സുസ്ലോൺ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചും ഇനോക്സ് വിൻഡിനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് റിപ്പോർട്ടാണ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ പ്ലാന് നൽകാൻ പോകുന്നത്. ഇനി മറ്റ് ഓർഡർ ബാഗിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ എൽ&ടിയുടെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ 2500 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. വിക്രാൻ എഞ്ചിനീയറിംഗ് 459.2 കോടി രൂപ ഓർഡർ NTPCയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിക്രം വലിയൊരു ഓർഡർ ബാഗ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വിക്രം സ്റ്റോക്കിൽ ഇന്നും കണ്ടേക്കാം. പ്രൈം മിനിസ്റ്ററുടെ ഇലക്ട്രിക് ബസ്സുകളുടെ ടെൻഡർ ഉണ്ടായിരുന്നു. ഓല ഗ്രീൻ ടെക്കിന് മാത്രമാണ് 1785 ബസ്സുകളുടെ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. മറ്റ് ഓർഡേഴ്സൊക്കെ പുതിയ കമ്പനികൾക്കാണ്. എക്സിസ്റ്റിംഗ് മറ്റ് പ്ലേയേഴ്സിനൊന്നും തന്നെ ഈ ഓർഡറുകൾ ലഭിച്ചിട്ടില്ല. മറ്റ് പ്ലേയേഴ്സ് ഈ ബിഡിങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഓല ഇലക്ട്രിക്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. KSH ഇൻ്റർനാഷണൽ കോട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് 2.3% കൂടി വാങ്ങിയിരിക്കുകയാണ്. ടോട്ടൽ സ്റ്റേക്ക് 5.38% ഉയർത്തിയിരിക്കുകയാണ്. ലിസ്റ്റ് ചെയ്തതിന് ശേഷം ലിസ്റ്റിംഗ് പ്രൈസിനേക്കാളും താഴെയാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ന്യൂസ് ഇത് ലോങ് റണ്ണിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. അഡാനി പവർ അവരുടെ കപ്പാസിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ 41.87 ഗിഗാവാട്ടിലേക്ക് ഉയർത്താനുള്ള 2 ലക്ഷം കോടി രൂപ സ്പെൻഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് അഡാനി പവറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അഡാനി എൻ്റർപ്രൈസസ് അഡാനി എയർപോർട്ട്സിൻ്റെ 8ാമത്തെ എയർപോർട്ടും കൂടി ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ്, നവി മുംബൈ എയർപോർട്ട്. അതോടൊപ്പം തന്നെ ഇനി ബിഡിങ് വരാൻ പോകുന്ന 11 എയർപോർട്ടുകളിലും അഡാനി ബിഡ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ടോട്ടൽ 12 എയർപോർട്ടുകളാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക്. ഇപ്പോൾ ഓൾറെഡി 8 എയർപോർട്ടുകൾ ഓപ്പറേഷണലൈസ് ആയിട്ടുണ്ട്. അപ്പോൾ 12 കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബിഡിങ്ങിൽ അഡാനിക്ക് കിട്ടുകയാണെങ്കിൽ 20 എയർപോർട്ടുകൾ അഡാനി ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ എയർലൈൻ സെക്ടറിലേക്കും വലിയ രീതിയിൽ കടക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ LIC 4.1% അവരുടെ സ്റ്റേക്ക് കുറച്ചിരിക്കുകയാണ്. 2% അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വിറ്റിട്ടുണ്ട്. കാസ്ട്രോൾ ഇന്ത്യ ബ്രിട്ടീഷ് പെട്രോളിയം കാസ്ട്രോൾ ഇന്ത്യനെ സെല്ല് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യയിലും ഉണ്ട്. ഓപ്പൺ ഓഫർ വന്നിട്ടുണ്ട് 194.04 രൂപ പെർ ഷെയറാണ് ഓപ്പൺ ഓഫർ വന്നിരിക്കുന്നത്. കിംസ് ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് വേണ്ടിയാണ്. നൈബ് ലിമിറ്റഡ് പ്രെഫറൻഷ്യൽ ഓഫർ 1258 രൂപ പെർ ഷെയറാണ് പ്രെഫറൻഷ്യൽ ഓഫർ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിസൈൽ ലോഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റിനെ സംബന്ധിച്ച് ഈ ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഇന്ത്യ LVM-3 ലോഞ്ച് വെഹിക്കിളിൽ കൂടി ഇന്ത്യയിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു സാറ്റലൈറ്റിൻ്റെ ന്യൂസും പുറത്തു വന്നിരുന്നു. ബ്ലൂബേർഡ് ബ്ലോക്ക് 2 സാറ്റലൈറ്റ് ആണ്. അമേരിക്കൻ കമ്പനിയുടെ ഒരു സാറ്റലൈറ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻസ് സാറ്റലൈറ്റ് ആണ്. ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് മൊബൈൽ ഫെസിലിറ്റിക്ക് വേണ്ടിയാണ്. അതായത് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാതെ തന്നെ സാറ്റലൈറ്റിൽ നിന്ന് മൊബൈലിലേക്ക് ട്രാൻസ്മിഷൻ നടത്താനായിട്ട് യൂസ് ചെയ്യുന്നൊരു സാറ്റലൈറ്റ് ആണ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഈ രംഗത്ത് ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്മിഷന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റുകളൊക്കെയുള്ള പാറ്റൻ്റ് ഉള്ള ഒരു കമ്പനിയാണ് തേജസ് നെറ്റ്വർക്ക്. തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ഈ ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ പ്രൊമോട്ടർ ബൈയിങ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം TV ടുഡേ അതുപോലെ തന്നെ ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്സ് ഈ 2 കമ്പനികളും പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ബുധനാഴ്ചയും സെല്ലേഴ്സ് ആയിരുന്നു. 1721.26 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ അവർ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2381.34 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ് അവരുടെ MD പറഞ്ഞിരിക്കുന്നത് അടുത്ത 3.5 വർഷം കൊണ്ട് അവർ ബിസിനസ് ഡബിൾ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ശ്രീറാം ഫൈനാൻസിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഓസ്വാൾ പമ്പ്സ് വീണ്ടും ഓർഡർ ബാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസെൻ്റായിട്ട് IPO വന്നിട്ടുള്ളൊരു കമ്പനിയായിരുന്നു. സോളാർ പമ്പിങ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. IPOന് ശേഷം താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ന്യൂസ് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള മറ്റ് സ്റ്റോക്കുകൾ ONGC, ഓയിൽ ഇന്ത്യ, അതോടൊപ്പം തന്നെ കോൾ ഇന്ത്യ, അംബുജ സിമെൻറ്റ്, സ്റ്റാലിയൻ ഫ്ലോറോ കെമിക്കൽസ്, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെയാണ്. അപ്പോൾ ഈ കമ്പനികളൊക്കെ ഒരു പക്ഷേ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള കമ്പനികളാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.